കാരണമായിട്ടുള്ള സംഭവമാണ്. ഒരിക്കലും ഈ 2 മാസത്തിൻ്റെ ഇടയിൽ നമ്മുടെ പ്രദേശത്ത് 4ാമത്തെ ജീവനാണ് ഇപ്പോൾ പൊലിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് യാന ചവിട്ടുന്നതും ആളുകൾ മരിക്കുന്നതെല്ലാം, വനപ്രദേശത്തല്ല. അപ്പോൾ തുടർച്ചയായിട്ട് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. പകൽ സമയങ്ങളിൽ പോലും വെളിയിലിറങ്ങി നടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഈ മരിച്ചു പോയിട്ടുള്ള സുരേഷും ഭാര്യയും 2 ആൺമക്കളാണ്, ചെറിയ മക്കളാണ്. അവർ മാത്രമാണ് ഉള്ളത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സഹായങ്ങൾ കൊടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ 2 കൊച്ചുമക്കളാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ജോലി ഈ വനവകുപ്പിൽ നൽകണം എന്നുള്ളൊരു ആവശ്യവും കൂടെ ഉന്നയിക്കുകയാണ്. അപ്പോൾ ആളുകളെല്ലാം പ്രതിഷേധമാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള സ്ഥലത്തുള്ള മാധ്യമ കവറേജ് ഇവിടെ കിട്ടിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ 3 ആഴ്ചക്കുള്ളിൽ 3ാമത്തെ ആളാണ് മരിക്കുന്നത്. 2 മാസത്തിൽ 4 ആണെങ്കിലും 3 ആഴ്ചക്കുള്ളിൽ 3ാമത്തെ ആളാണ് മരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രദേശത്ത് ഈ RRTയുടെ ഒരു പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. വെച്ചാൽ ഇനിയും ഇത് മറ്റൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഫോറസ്റ്റിൻ്റെ സംവിധാനങ്ങൾ കുറച്ചും കൂടെ വിപുലമായിട്ട് നമുക്കിത് ചെയ്യേണ്ടതുണ്ട്. RRTയുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം. എങ്ങനെ ഈ ശല്യക്കാരായിട്ടുള്ള കാട്ടാനകളുണ്ട്, അത് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുവരുന്നു. അതിനെല്ലാം ഒന്ന് ഇവിടെ നിന്ന് പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള ഇടപെടലും കൂടെ നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വനവകുപ്പിൻ്റെ അധികാരികൾ ഇന്നലെ രാത്രി ഇവിടെ വന്നു. രാത്രി വന്നപ്പോൾ വലിയ പ്രതിഷേധം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ തിരിച്ചുപോയി. പിന്നെ ഈ ആളെ കൊന്ന ആന എന്ന് പറയുന്നത് മതം പിടിച്ച് നിൽക്കുവാണ്. അപ്പോൾ അതിനെ ഒന്ന് കാട്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി അവർ തിരിച്ചുപോയി. പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വരും, അധികാരികൾ ഇവിടെ വരുമെന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വനംവകുപ്പ് മന്ത്രി മൂന്നാറിലൊരു യോഗം സംഘടിപ്പിച്ചപ്പോൾ അന്ന് പ്രത്യേക RRT സംഘം കൂടുതൽ സംഘത്തെ അനുവദിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5-6 മാസം കഴിഞ്ഞു. ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന വാച്ചർമാരെ എണ്ണം കുറയ്ക്കുകയും കൂടി ചെയ്യാം. വാച്ചർമാരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇവിടുത്തെ DFOയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സർക്കാരിന് അങ്ങനെ ഒരു നിലപാടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 3 DFOമാരും അതുപോലെ ഒരു വൈൽഡ് ലൈഫ് വാർഡനും ഇതിൻ്റെ കീഴിലാണ് ഉള്ളത്. അപ്പോൾ എത്രത്തോളം വനപ്രദേശമുള്ള മേഖലയാണെന്ന് നമുക്കറിയാം. അപ്പോൾ കൂടുതൽ ആളുകളെ ഇതിൻ്റെ പിന്നിൽ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ ആളുകളെ നിയമിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ വനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ ചർച്ച ചെയ്തപ്പോഴത്തേക്കും RRTയുടെ പ്രവർത്തനം ശക്തപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ RRT ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ ദൂരം എന്ന് പറയുന്നത് ഇങ്ങനെ പറന്ന് കിടക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിയെത്തുക എന്ന് പറഞ്ഞത് അത്ര നിസ്സാര കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് RRTയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഇനി വേണമെങ്കിൽ വയനാട് മോഡൽ അടക്കമുള്ളത് ഇവിടെയും ഒന്ന് പരീക്ഷിക്കണം.